എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ പായസമാണ് റെഡിയാക്കാൻ പോകുന്നത്. ഈ പായസത്തിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പച്ചരിയാണ്. ഇത് പ്രഷർ കുക്കറിൽ വളരെ വേഗത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ വളരെ വേഗത്തിൽ ഈസി ആയിട്ട് ചെയ്തെടുത്തൊരു പായസമാണ്. എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ ഒരു 2-3 തവണ നമ്മുടെ കൈക്ക് തന്നെ എടുത്തിടാവുന്ന ആ ഒരു അളവ് മതിയാകും. അത് നല്ലോണം ഒന്ന് കഴുകി അതിനുശേഷം വെള്ളമൊഴിച്ച് 15 മിനിറ്റ് കുതിർക്കാനായിട്ട് വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും നെയ്യിൽ വറുത്തെടുക്കാം. ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നെയ്യ് ഒഴിക്കാം. അതിനുശേഷം അതിലേക്ക് കാഷ്യൂനട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ഈ കാഷ്യൂനട്ട് ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം അതൊരു പകുതി റോസ്റ്റ് ആകുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് കിസ്മിസ് ആഡ് ചെയ്താൽ മതിയാകും. കാഷ്യൂനട്ട് ഏകദേശം പകുതി റോസ്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് അതിലേക്ക് കിസ്മിസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കിസ്മിസ് നമുക്കറിയാം നെയ്യിലേക്ക് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് അത് വീർത്ത് വരും. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കാഷ്യൂനട്ടും കിസ്മിസും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റി. അതിനുശേഷം നമുക്ക് പച്ചരി കുതിർക്കാൻ വെച്ചിരുന്ന 15 മിനിറ്റ് കുതിർക്കാൻ വെച്ചിരുന്ന പച്ചരി നമുക്കൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഒത്തിരി ഒന്നും അരയ്ക്കരുത്, ജസ്റ്റ് 2 തവണ ഒന്ന് പൾസ് ചെയ്ത് എടുത്തതാണിത്. അതിനുശേഷം ഒരു ചെറിയ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസോളം പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. കുക്കർ അതിനുശേഷം നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ 1/4 ചെറിയ ഗ്ലാസ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ഇതൊന്ന് കാരമലൈസ് ചെയ്യാൻ പോകുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്യാതെ തന്നെ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതിയാകും. എനിക്കൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ഈ ഒരു പായസം റെഡിയാക്കുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ പ്രഷർ കുക്കർ തന്നെ തിരഞ്ഞെടുക്കണം. ഞാൻ എടുത്ത കുക്കർ കുറച്ച് ചെറുതായിപ്പോയി. അതുകൊണ്ട് തന്നെ പാല് ഒഴിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പായസം ആയതുകൊണ്ട് തന്നെ പ്രഷർ കുക്കറിലായതുകൊണ്ട് അത് വിസിലടിക്കുന്ന സമയത്ത് തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ചെറുതായിട്ടത് തെറിച്ച് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വലിയ കുക്കർ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഞാൻ ഈ പഞ്ചസാര ഒരു ലൈറ്റ് ഗോൾഡൻ കളറായപ്പോൾ അതിലേക്ക് 1 ലിറ്റർ പാലാണ് ആഡ് ചെയ്യുന്നത്. പഞ്ചസാര ഒരിക്കലും കൂടുതൽ ഡാർക്ക് ഒരു ബ്രൗൺ കളറിലേക്ക് പോകരുത്, അതിന് കയ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗോൾഡൻ കളർ വന്നപ്പോഴാണ് ഞാൻ ഈ 1 ലിറ്റർ പാൽ അതിലേക്ക് ആഡ് ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മിക്സിയിൽ ജസ്റ്റ് പൾസ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചരി കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പഞ്ചസാരയിലേക്ക് നമ്മൾ ചൂടില്ലാത്ത പാല് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ അത് ജസ്റ്റ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുമായിരിക്കും. അപ്പം നമ്മളിത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ആ പഞ്ചസാര, അതായത് പാല് ചൂടായി വരുന്ന ആ ഒരു ടൈമിൽ ഈ പഞ്ചസാര നല്ലോണം അലിഞ്ഞോളും. ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത് അത് കട്ട പിടിച്ച് ഇരിക്കുമായിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും തോറും അത് അതിലേക്ക് അലിഞ്ഞ് ചേരും. അങ്ങനെ പഞ്ചസാര ഏകദേശം അലിഞ്ഞ് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു മൂടി വെച്ചിട്ട് അതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം ആവി വന്നതിന് ശേഷം മാത്രം കുക്കറിൻ്റെ മൂടി ഉപയോഗിച്ച് നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം. ഒരു 2 വിസിലാണ് ഞാൻ അടിച്ചോളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, പ്രത്യേകം ശ്രദ്ധിക്കണം. പാലായതുകൊണ്ട് തന്നെ തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് മാത്രം നമ്മൾ ഈ ഒരു പായസം കുക്ക് ചെയ്ത് എടുക്കേണ്ടതാണ്. 2 വിസിലിന് ശേഷം നമുക്ക് പായസം റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് ഈ പായസം കിട്ടിയത്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് പ്രഷർ കുക്കറിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ വേഗത്തിൽ പ്രിപ്പയർ ചെയ്യാവുന്നൊരു പായസമാണിത്. നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.